ഡോക്ടർ, അതുപോലെ ഇപ്പോൾ പുതിയ സർക്കാർ കേരളത്തിൽ വന്നതിന് പിന്നെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ വീണയെ ED ചോദ്യം ചെയ്യുന്നത്. അതായത് കരിമണൽ കർത്തയുടെ കമ്പനിയിൽ നിന്നും മാസപ്പടി വാങ്ങിയെന്നുള്ളതാണ്, കണക്കുകളില്ലാത്ത രീതിയിൽ പണം വാങ്ങിയെന്നുള്ളതാണ്. എന്താണ് ഈ കരിമണലിൻ്റെയും ഈ കരിമണൽ കർത്തയുടെ കമ്പനിയുടെയും അതിൻ്റെ ഒരു പശ്ചാത്തലം എന്താണ്? ഇതിൽ കരിമണൽ ഖനനത്തോടനുബന്ധിച്ച് വർഷങ്ങളായിട്ട് നമ്മൾ ചർച്ച ചെയ്യപ്പെടുകയാണ്. ചർച്ച ചെയ്യപ്പെടുമ്പോൾ അതിന് ചരിത്രപരമായി അതിനൊരു പശ്ചാത്തലമുണ്ട്, ചരിത്രത്തിൽ അതിന് വലിയൊരു സ്ഥാനമുണ്ട്. ഇവിടെയും നമ്മൾ ചെന്നെത്തുന്നത് അല്ലെങ്കിൽ നമ്മൾ ചെന്നെത്തേണ്ടത് നമ്മുടെ സ്വാതന്ത്ര്യ സമരങ്ങളിൽ തന്നെയാണ്. സ്വാതന്ത്ര്യ സമരത്തോടനുബന്ധിച്ച് 1947 ഇന്ത്യ സ്വതന്ത്രമാകാൻ വേണ്ടി മൗണ്ട് ബാറ്റൻ തീരുമാനമെടുക്കുന്നു. അതിനോടനുബന്ധിച്ചുണ്ടാകുന്ന കാര്യങ്ങൾ നടക്കുന്നു. നാട്ടുരാജ്യങ്ങളായിട്ട് രീതിയിൽ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ഈ സമയത്താണ് ലോകത്തൊരു പ്രധാനപ്പെട്ട ഒരു സംഭവം നടക്കുന്നത്. കാരണം നമുക്കറിയാം, അതുവരെ ഉണ്ടാകുന്ന ലോകത്തെ പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുന്നത്, അതായത് ഈ പറഞ്ഞ ജപ്പാനിലുണ്ടാകുമല്ലോ, നാഗസാക്കിയിലൊക്കെ ഉണ്ടാകുന്ന സ്ഫോടനങ്ങളായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞാൽ രണ്ട് ലോകശക്തികളായിട്ടെല്ലാം മാറുന്നൊരു കാലഘട്ടത്തിലേക്ക് ലോകം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് വലിയൊരു ജനങ്ങളെ, ലോകത്തുണ്ടാകുന്ന ജനങ്ങളെല്ലാം ഉറ്റുനോക്കുന്ന പ്രദേശമായിട്ട് തിരുവിതാംകൂർ അല്ലെങ്കിൽ നമ്മുടെ ഈ പറയുന്ന ആലപ്പുഴയോ കൊല്ലത്തോടെല്ലാം ബന്ധപ്പെട്ട് വരുന്ന തീരപ്രദേശങ്ങൾ മാറുന്നു. 1947 മോണോസൈറ്റിൻ്റെ ശേഖരം അവിടെ മനസ്സിലാക്കുന്നത്. അപ്പോൾ ബ്രിട്ടീഷുകാർ ഇതിനെ മനസ്സിലാക്കുന്നത് അവരുടെ ന്യൂക്ലിയർ റിയാക്ടറിൽ ഇന്ധനമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി ഇത് വളരെ ആവശ്യമാണെന്ന് മനസ്സിലാക്കുകയാണ്. അവരുടെ ഒരു കാഴ്ചപ്പാടിൽ ആ കാലഘട്ടത്തിലെ അവരുടെ ഒരു തിരിച്ചറിവെന്ന് പറയുന്നത് ലോകത്ത് ഏറ്റവും കൂടുതൽ മോണോസൈറ്റ് ലഭിക്കുന്ന പ്രദേശമായിട്ടാണ് തിരുവിതാംകൂറിനെ അവർ കണക്കാക്കുന്നത്. അപ്പോൾ തിരുവിതാംകൂറിൻ്റെ ഈ മോണോസൈറ്റ് എന്ന് പറയുന്നത് ബ്രിട്ടീഷോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഏതെല്ലാം രാജ്യങ്ങളുണ്ട് അവർക്കെല്ലാം അവരുടേതായിട്ടുള്ള ന്യൂക്ലിയർ വെപ്പൺസോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളനുബന്ധിച്ചുണ്ടാകുന്ന എല്ലാ കാര്യങ്ങൾക്കും ഒരു മുതൽക്കൂട്ടാണെന്ന് മനസ്സിലാക്കുമ്പോൾ തിരുവിതാംകൂർ രാജാവുമായിട്ട് ഇവർ സന്ധി ഉണ്ടാക്കുകയാണ്, അല്ലെങ്കിൽ ട്രീറ്റി ഉണ്ടാക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഈ പറയുന്ന മോണോസൈറ്റ് ബ്രിട്ടീഷുകാർക്ക് കൊടുക്കാൻ വേണ്ടി തിരുവിതാംകൂർ രാജാവ് സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ സമ്മതിക്കുമ്പോൾ അതിനോടനുബന്ധിച്ചാണ് പിന്നീട് ഇവിടെ ഉണ്ടാകുന്ന ഇന്ത്യയുടേതായിട്ടുള്ള അല്ലെങ്കിൽ ഇന്ത്യയുടെ ഈ തെക്കൻ പ്രദേശങ്ങളിലുണ്ടാകുന്ന ഈ ഒരു നാട്ടുരാജ്യം പ്രശസ്തിയിലേക്ക് ഉയരുന്നത്. നമുക്കറിയാം, നമ്മളിന്ന് തിരുവിതാംകൂറിനെ പറ്റി പറയുമ്പോൾ അറിയാം അവിടുത്തെ ആ ഒരു സ്വർണ്ണനിധിയെക്കുറിച്ച്, അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന സമ്പത്ത്, അമിതമായ സമ്പത്ത് ക്ഷേത്രത്തിനിടയിലുള്ള. അപ്പോൾ അതായിരുന്നു തിരുവിതാംകൂറിന് മറ്റൊരു കാലഘട്ടത്തിൽ ഏറ്റവും പ്രശസ്തമാക്കിയത്. പക്ഷേ ആ കാലഘട്ടത്തിൽ, അതായത് രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞ് നിൽക്കുന്ന കാലഘട്ടത്തിൽ ലോകം ഉറ്റുനോക്കുന്ന പ്രദേശമായിട്ടും ലോകത്തുണ്ടാകുന്ന എല്ലാ രാജ്യങ്ങളുടെ അധിപന്മാരും സൗഹൃദപൂർവ്വം സഹവർത്തിക്കാൻ ശ്രമിക്കുന്ന ഒരു നാട്ടുരാജ്യമായിട്ട് തിരുവിതാംകൂർ മാറുന്നത് ഈ മോണോസൈറ്റിൻ്റെ ശേഖരം അല്ലെങ്കിൽ അതിൻ്റെ ഒരു കണ്ടുപിടുത്തമായിരുന്നു. അപ്പോൾ ബ്രിട്ടനുമായിട്ട് ഇവർ സന്ധിയിൽ ഏർപ്പെടുന്നുണ്ട്. സന്ധിയിൽ ഏർപ്പെടുന്നതിൻ്റെ ഭാഗമായിട്ടാണ് പിന്നീട് ഈ പറയുന്ന രീതിയിലേക്ക് തിരുവിതാംകൂർ ഒരു അജയശക്തിയായിട്ട് മാറാൻ പറ്റുമെന്നുള്ള രീതിയിലേക്ക് അവർ സ്വതന്ത്ര ഇന്ത്യയുടെ ഭാഗമാകില്ല എന്നൊരു തീരുമാനം പോലും എടുക്കുന്നത്. അപ്പോൾ സ്വതന്ത്ര ഇന്ത്യയുടെ ഭാഗമാകാൻ ഞങ്ങൾക്ക് താല്പര്യമില്ലെന്ന് പറയുമ്പോൾ ബ്രിട്ടൻ ആ പറയുന്നൊരു ചിന്താഗതിയെ അംഗീകരിക്കുന്നുണ്ട്. നമുക്കറിയാം, ഇന്ത്യയിലുണ്ടാകുന്ന പ്രധാനപ്പെട്ട നാട്ടുരാജ്യങ്ങൾ ഹൈദരാബാദ് ആകട്ടെ, കാശ്മീർ ആകട്ടെ, അങ്ങനെ ഉണ്ടാകുന്ന നാട്ടുരാജ്യങ്ങളെല്ലാം തന്നെ ഇന്ത്യയുടെ ഒപ്പം നിലനിൽക്കേണ്ടതുണ്ടെന്നുള്ള മനസ്സുകൊണ്ടുള്ള തീരുമാനമെങ്കിലും മൗണ്ട് ബാറ്റൻ എന്ന് പറയുന്ന ആ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ എടുക്കുന്നുണ്ട്. പക്ഷേ ഈ കാര്യത്തിൽ അവർക്ക് ബ്രിട്ടൻ്റേതായിട്ടുള്ള താല്പര്യങ്ങൾ സംരക്ഷിക്കേണ്ടതുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇന്ത്യയിലെ പല നാട്ടുരാജ്യങ്ങളും അവരുടേതായ രീതിയിലുള്ള സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കാൻ നിൽക്കുമ്പോൾ ഇന്ത്യയുടെ ഈ തെക്ക് ഭാഗത്ത് കിടക്കുന്ന തിരുവിതാംകൂർ എന്ന് പറയുന്ന രാജ്യം അവരുടേതായിട്ടുള്ള ഒരു ആധിപത്യം, അതായത് ലോകരാജ്യങ്ങളുടെ മുന്നിൽ തങ്ങൾ ഒരു വലിയൊരു ശക്തിയാണെന്ന് തിരിച്ചറിവുണ്ടാകുന്നത് ഈ മോണോസൈറ്റിൻ്റെ അല്ലെങ്കിൽ ഈ മോണോസൈറ്റിനോട് ബന്ധപ്പെട്ടുണ്ടാകുന്ന അത്തോറിയം അതിൻ്റെ എല്ലാം ഉണ്ടാകുന്ന ശേഖരത്തോടനുബന്ധിച്ചാണ് ഈ ഒരു ശക്തിയാണെന്ന് അവർ മനസ്സിലാക്കുന്നത്. അപ്പോൾ അവിടെ നിന്നൊട്ടാണ് കേരളത്തിൻ്റെതായിട്ടുള്ള ഈ പ്രദേശങ്ങൾ ലോക ചരിത്രത്തിൻ്റെ തന്നെ ഒരു ഭാഗമായിട്ട് മാറുന്നത്. പിൻകാലത്ത് പല പ്രദേശങ്ങളും നമുക്കറിയാം, ഇപ്പോൾ ഓസ്ട്രേലിയയുടെ തീരങ്ങളുണ്ട്, അതുപോലെ തന്നെ നമുക്ക് ആഫ്രിക്കയുടെ തീരങ്ങളുണ്ട്, മൊസാംബിക്കിൻ്റെ തീരങ്ങളിലെല്ലാം ഇത് സുലഭമാണ്. അപ്പോൾ അങ്ങനെയാകുമ്പോഴും ലോകരാജ്യങ്ങൾക്ക് അവരുടെ ശക്തി പ്രകടനം നടത്താനുള്ള ഒരു പ്രധാനപ്പെട്ട സ്രോതസ്സായിട്ട് ഒരു ഇന്ധനമായിട്ട് ഈ മോണോസൈറ്റ് മാറുന്നുണ്ട്. അപ്പോഴും ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു ഭൂപ്രദേശം എന്ന രീതിയിൽ കേരളത്തിലെ ഈ തീരപ്രദേശങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു നിലയിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ശാസ്ത്രീയമായ ഉപയോഗങ്ങളെക്കുറിച്ച് പല വ്യക്തികളും മനസ്സിലാക്കുന്നുണ്ട്. ആ വ്യക്തികൾ അവരുടെ കാലഘട്ടത്തിലുണ്ടാകുന്ന വളർച്ച മാത്രമല്ല, അവർ ചരിത്രത്തെയും മനസ്സിലാക്കുന്നുണ്ട്. കാരണം ലോകരാജ്യങ്ങൾ പോലും ഇന്ത്യയുടെ തീരപ്രദേശങ്ങളിലുണ്ടാകുന്ന ഈ കരിമണലിനോ അല്ലെങ്കിൽ മോണോസൈറ്റിന് വേണ്ടി മത്സരിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ലോകരാഷ്ട്രങ്ങളുടെ ശക്തിയെ വെളിപ്പെടുത്തുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സ്രോതസ്സായിട്ടാണ് ഇവരിതിനെ കണക്കാക്കിയെന്നാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അപ്പോൾ ഈ മോണോസൈറ്റിനോട് ബന്ധപ്പെട്ട് വരുന്ന ഒരു കാര്യം ഈ ഒരു കാലഘട്ടത്തിലോ അല്ലെങ്കിൽ ഒരു കഴിഞ്ഞൊരു കുറച്ച് നാളുകൾ മുൻപ് മാത്രം രൂപപ്പെട്ടതല്ല. അത് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ബ്രിട്ടീഷ് ശക്തി ഇന്ത്യയിൽ നിന്ന് പോകണമെന്ന് ആഗ്രഹിച്ചൊരു കാലഘട്ടത്തിൽ ബ്രിട്ടീഷ് ശക്തി ഇന്ത്യയിൽ നിന്ന് പോകേണ്ടതില്ല എന്നുള്ള ഒരു പുനർചിന്തനം പോലും ഉണ്ടാകുന്നത് ഈ മോണോസൈറ്റിൻ്റെ കണ്ടുപിടുത്തത്തോട് ബന്ധപ്പെട്ടായിരുന്നു. അതുകൊണ്ടാണ് ബ്രിട്ടീഷ് ഭരണകൂടം അല്ലെങ്കിൽ
അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരോടനുബന്ധിച്ചുണ്ടാകുന്ന മിനിസ്ട്രി ഓഫ് സപ്ലൈ അവർ ഈ പറയുന്ന തിരുവിതാംകൂറിലെ രാജാക്കന്മാരോടും സർ സിപ്പിയോടും സന്ധിയിൽ ഏർപ്പെടുന്നത്. അതായത് അവരുടെ സന്ധിയുടെ പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ഭരണകൂടത്തോട് അനുകൂലമായി നിന്നുകൊണ്ട് ബ്രിട്ടീഷുകാരുടെ എല്ലാവിധ ചെയ്തികളെയും സഹായിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു നാട്ടുരാജ്യമായിട്ട് തുടർന്നും നിലനിൽക്കാമെന്നുള്ളൊരു പ്രഖ്യാപനമാണ് അവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ തുടർന്നും എന്ന് പറയുമ്പോൾ നമുക്കൊരു പ്രത്യേകതയുണ്ട്. കാരണം ബ്രിട്ടീഷുകാരോട് അനുബന്ധിച്ച് അവരുടേതായിട്ടുള്ള ചെയ്തികളെ സഹായിച്ചുകൊണ്ട് നിലനിൽക്കുന്ന ഒരു പ്രദേശമായിരുന്നു തിരുവിതാംകൂർ എന്ന് പറയുന്നത്. ആ തിരുവിതാംകൂർ എന്ന് പറയുന്ന ഒരു പ്രദേശം 47 സ്വതന്ത്രമാകുമെന്ന് പ്രഖ്യാപിക്കുമ്പോൾ ഇന്ത്യയിലെ മറ്റു ഭൂപ്രദേശങ്ങളെ പോലെ തന്നെ ഈ രാജ്യവും ഇന്ത്യയുടെ ഭാഗമായി മാറേണ്ടതെന്നൊരു വാദഗതി ഉയരുമ്പോൾ തങ്ങളുടെ ചെയ്തികളുടെ അല്ലെങ്കിൽ തങ്ങളുടെ ആഗ്രഹത്തെ സബലീകരിക്കാൻ വേണ്ടിയുള്ള ഒരു മാർഗമെന്ന രീതിയിലാണ് മോണോസൈറ്റിൻ്റെ ഉറവിടം അവിടെ തെളിയിക്കപ്പെട്ടതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ കാലഘട്ടം തൊട്ട്, അതായത് സ്വതന്ത്ര ഇന്ത്യയുടെ കാലഘട്ടം തൊട്ടേ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു മേഖലയായിട്ട് കരിമണലോട് ബന്ധപ്പെട്ട് വരുന്ന ഈ പ്രദേശങ്ങൾ മാറിയിട്ടുണ്ട്. അതും ഇന്നും ഇത്തരം കേസുകളിലൂടെ മുന്നോട്ട് പോവുകയാണ്. ആ കേസുകൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിൽ നിന്നുണ്ടാകുന്ന വരുമാനം, അതിൽ നിന്നുണ്ടാകുന്ന സ്രോതസ് അല്ലെങ്കിൽ അതിൽ നിന്നുണ്ടാകുന്ന സമ്പത്ത് അത് ഒരു മനുഷ്യൻ്റെ വളർച്ചയുടെ ഏറ്റവും വലിയ ഒരു തലത്തിലേക്ക് എത്തിക്കാൻ ഉതകുന്നതാണെന്നൊരു ബോധം ഇത്തരം വ്യക്തികൾക്കുള്ളത് കൊണ്ടാണ് അവരുടേതായ രീതിയിലുള്ള മാറ്റങ്ങൾ അല്ലെങ്കിൽ നിയമങ്ങളെല്ലാം മാറ്റം ഉൾപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ മാറ്റം വരുത്തിക്കൊണ്ട് ഇത്തരം കാര്യങ്ങളുമായിട്ട് അവർ മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ ഒരു ഭാഗമെന്ന രീതിയിലാണ് കരിമണലോട് ബന്ധപ്പെട്ട് വരുന്ന അതിൻ്റെ രാഷ്ട്രീയം ഇന്നും കേരളത്തിൻ്റെ ഭാവി രാഷ്ട്രീയത്തെയും അല്ലെങ്കിൽ നിലനിന്ന് പോകുന്ന രാഷ്ട്രീയത്തെയും എല്ലാം നിർണ്ണയിക്കുന്ന രീതിയിൽ മാറിയെന്നാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്.